ആ വാഗ്ദാനം കേട്ടങ്ങൾ ജയിച്ച 30 ദിവസം കൊണ്ട് 700 കോടിൻ്റെ വികസനം പാലക്കാട് എത്തിക്കുന്നു. ഓഹ്, കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ വോട്ടർമാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ പെട്ടെന്നൊന്നും പഴയ കാര്യങ്ങൾ മറക്കൂല. ഇത്തരം വാഗ്ദാനങ്ങൾ മുൻപ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്നത് തിരുവനന്തപുരത്തായിരുന്നു, ഇന്നത് പാലക്കാടായി. പാത്രം മാത്രമേ മാറുന്നുള്ളൂ, വിളമ്പുന്ന കഞ്ഞി പഴയത് തന്നെ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച മോദിജി നേരിട്ട് വന്ന് വികസനം ഒഴുക്കുമെന്ന് പറഞ്ഞവർക്ക് ബജറ്റ് വന്നപ്പോൾ കിട്ടിയ എന്താ? ആമസംരക്ഷണം. വികസനം പ്രതീക്ഷിച്ച് BJPക്ക് വോട്ട് ചെയ്ത തിരുവനന്തപുരത്താരെ നോക്കി കേന്ദ്രം പല്ലിളിച്ച് കാണിച്ചത് ആമയെ വെച്ചാണ്. അടുത്തത് ആ 10,800 കോടി രൂപയുടെ കണക്കാണ്. പ്രധാനമന്ത്രി ദേശീയപാത ഉദ്ഘാടനത്തിന് കേരളത്തിലെത്തുമ്പോൾ 10,800 കോടിയുടെ പുതിയ വികസന പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് കേരളം മുഴുവൻ പാടിയടന്നു. എന്നിട്ട് അവസാനം പ്രധാനമന്ത്രി എത്തിയപ്പോഴോ പ്രഖ്യാപിച്ചത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന NH-66 വേണ്ടി വകയിരുത്തിയ 10,800 കോടിയുടെ കണക്ക്. എന്നിട്ട് അത് പുതിയ വികസനമാണെന്ന് കൊട്ടിഘോഷിച്ച് നടക്കുക. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ കണക്ക് പറഞ്ഞ് പുതിയ പദ്ധതിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കണക്കറിയാമെന്ന് മറന്നു വരുത്. പ്രഖ്യാപനമില്ല, പണമില്ല, വികസനവുമില്ല. വാഗ്ദാനങ്ങൾ വായുവിലെഴുതാൻ ഇവർക്ക് പ്രത്യേകം എടുക്കാണ്. മൈക്കിന് മുന്നിൽ കോടികൾ എണ്ണുന്നവർക്ക് ബജറ്റ് വരുമ്പോൾ കേരളം എന്ന് എഴുതാൻ പേനയിൽ മഷി കാണാറില്ല. ശോഭാ സുരേന്ദ്രൻ്റെ വക 700 കോടിയുടെ പുതിയ കള്ളം. തിരുവനന്തപുരത്തിനും ദേശീയപാതക്കും കൊടുക്കാത്ത കോടികൾ BJPക്ക് വോട്ട് ചെയ്താൽ 30 ദിവസം കൊണ്ട് ഇവിടെ എത്തുമത്രേ. വികസനം പറയുമ്പോൾ അത് കണക്കിലും കാര്യത്തിലും വേണം, അല്ലാതെ പോസ്റ്ററിലെ തള്ളൽ മാത്രം പോരാ. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ തള്ളലുകൾക്ക് വോട്ടെണ്ണുമ്പോൾ ജനം മറുപടി തരിക തന്നെ ചെയ്യും. നിങ്ങളെ തള്ളു കേട്ട് വീഴാൻ ഇത് ഊപ്പിയല്ല, കേരളമാണ്.